ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശുവിൻ്റെ ജനനം ഒരു പാതിരാവിലായിരുന്നു. കുറച്ച് ദിവസത്തെ പ്രാർത്ഥനയോ നോമ്പോ ഉപവാസമോ ഒക്കെ വേഗത്തിലൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് എല്ലാവരും പതിവിലും കൂടുതൽ ആ ദിവസം ധൃതിയിലുമായിരുന്നു. എന്നാൽ നമുക്ക് എവിടുന്നോ വീണ് കിട്ടി പാതിരാവിൽ അവൻ ജനിച്ചപ്പോൾ ഒരു നക്ഷത്രം ഉദിച്ചു. അന്ധകാരം നിറഞ്ഞ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അതൊരു പ്രകാശത്തിൻ്റെ അനുഭവമായിട്ട് മാറി. അതേ, പാതിരാവിലും വെളിച്ചമുണ്ടാകുമെന്നുള്ളതാണ് യേശുവിൻ്റെ പിറന്നാളിൻ്റെ സ്മരണ പുതുക്കുന്ന ഏറ്റവും നല്ല അനുഭവം. അതും കഴിഞ്ഞ് വിഭവങ്ങൾ ഒരുപാട് നിറഞ്ഞ മേശയിൽ വ്രതത്തെയും നോമ്പിനെയൊക്കെ ധൃതിയിൽ പറഞ്ഞ് അവസാനിപ്പിച്ചു. 25 ഞായറും 26 തിങ്കളും ഒക്കെ ആയിട്ട് മുമ്പോട്ട് കടന്നു പോകുമ്പോൾ ഒരു സങ്കടം അവശേഷിക്കുന്നുണ്ട്. ഇപ്പോഴും അന്ധകാരത്തിലൊക്കെ തന്നെയാണ്. ഉണ്ടായെന്നോ കിട്ടിയെന്നോ ഒക്കെ ധരിച്ച വെളിച്ചത്തിന് സത്യത്തിൽ എന്ത് സംഭവിച്ചു എന്നും വലിയ ധാരണയില്ല. അപ്പോൾ ഉണ്ടെന്നും കിട്ടിയെന്നും കയ്യിൽ ഒതുക്കി പിടിച്ചെന്നും കൊണ്ടുപോയെന്നും ഒക്കെ കരുതിയ ആ വെളിച്ചത്തിന് എന്താണ് സംഭവിച്ചത്? എല്ലാം ഒരു സ്വപ്നമോ തോന്നലോ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നോ? അറിയില്ല. ഒരു ക്രിസ്മസിൻ്റെ കൂടി അനുഭവത്തിലൂടെ കടന്നു പോകാനായിട്ട് ഭാഗ്യവും അവസരവും തന്ന ദൈവത്തിനിപ്പോൾ എന്താവും എന്നെക്കുറിച്ചും ഒരുപക്ഷെ നിങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള വിചാരവും വ്യാകുലതയും? അതും അറിയില്ല. കുറച്ച് ദിവസങ്ങൾ കൂടി ഇങ്ങനെ വലത് കൈയിലൊന്ന് എണ്ണി തീർത്താൽ ഒരു പുതുവത്സരത്തിൻ്റെ അനുഭവം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ കിടപ്പുണ്ട്. ഏതൊരു ദിവസത്തിനില്ലാത്ത ഒരു പ്രത്യേകത ഡിസംബർ മാസം 31 നമ്മൾ ഓരോരുത്തരും കൊടുക്കുന്നുമുണ്ട്. പ്രതിജ്ഞകളൊക്കെ ഒന്നുകൂടി ഓർത്തെടുക്കുവാനും മറന്നുപോയ പ്രാർത്ഥനകളെ വീണ്ടെടുക്കുവാനും അകന്നുപോയ ബന്ധങ്ങളൊക്കെ കൂട്ടിയോജിപ്പിക്കാനൊക്കെ ആയിട്ടുള്ള കുറേ നല്ല ശ്രമങ്ങൾ ആരംഭിക്കുന്നു ഡിസംബർ മാസം 31 തീയതി. അപ്പോൾ പാതിരാവിനുള്ളത്രയും ഭംഗി മറ്റൊരു ദിവസത്തെയും ഒരു നേരത്തിനുമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എന്നാലും ജനുവരി മാസം 1 കഴിഞ്ഞ് കഴിയുമ്പോൾ തൊട്ട് വല്ലാത്തൊരു മങ്ങൽ സംഭവിക്കുന്നുണ്ട്. ധനഹാട് അനുഭവത്തിലേക്കൊക്കെ പ്രവേശിക്കുന്നതിന് മുമ്പേ മങ്ങൽ പൂർണ്ണമാകുന്നുണ്ട്. വല്ലാത്തൊരു കരിനിഴൽ വന്ന് വീഴുന്നുണ്ട്. പിന്നെയും നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ നമ്മളപ്പോഴും തെങ്ങിൻ്റെ മീതെ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. എന്താണ് സംഭവിക്കുക എന്നുള്ളൊരു സങ്കടം ഒരു പുതുവത്സരത്തിലേക്ക് ക്രിസ്മസ് തരുന്ന ഊർജം കൊണ്ട് പ്രവേശിക്കുവാൻ ഒരുങ്ങുന്ന എല്ലാവരും ഒന്ന് വിചാരിക്കുന്നത് നല്ലതാണ്. എന്തായിരുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്, സംഭവിക്കാൻ സാധ്യതയുള്ളതും? ഇനി ഇത്രയേ ഉള്ളൂ. ശുദ്ധമുള്ള മത്തായി ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 15 നമുക്കൊക്കെ ഒരുപാട് പരിചിതമായൊരു വചനമുണ്ട്. വായിച്ചും വായിച്ചതൊക്കെ കേട്ടും വ്യാഖ്യാനിച്ച് കിട്ടി മടുപ്പിച്ചൊരു സംഭവമാണ്. മാത്യു 5:15 പറയുന്നു, വിളക്ക് കൊളുത്തി ആരും പറകൊണ്ട് മൂടാറില്ല, അത് വിളക്ക് തണ്ടിന്മേൽ എത്ര വെക്കുന്നത്, അപ്പോൾ ഭവനത്തിന് നിറയെ വെളിച്ചമുണ്ടാവും. യേശു ഇത് പറഞ്ഞിട്ട് ഏകദേശമൊക്കെ 2000 വർഷമായെന്ന് വേണേൽ പറയാം, അല്ലെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ 2000 വർഷം തികയും. യേശുവിൻ്റെ ജീവിതത്തിലൊരു സങ്കടം നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പുള്ളിയുടെ ജീവിതം നിറയെ സങ്കടങ്ങളായിരുന്നു. അതിലൊരു സങ്കടം ഞാനാണെന്ന് ഓരോരുത്തരും തിരിച്ചറിഞ്ഞാൽ കുറേ കൂടി ഭംഗിയാവും. നമ്മളും ഇങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ ഒരു ജീവിതത്തിൽ ചിന്തിക്കാറുണ്ട്, വേണ്ടിയിരുന്നില്ല, പോകേണ്ടിയിരുന്നില്ല, പറയേണ്ടിയിരുന്നില്ല, നിശബ്ദനാകേണ്ടിയിരുന്നില്ല. കഴിഞ്ഞുപോയ പല കാര്യങ്ങളും നമ്മളെ ഒന്ന് പിടിച്ച് കുലുക്കുകയോ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പിക്കുകയോ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു കൊല്ലമൊക്കെ അവസാനിക്കുന്നതിനോട് അടുത്ത് നിൽക്കുമ്പോൾ നടത്തിയ യാത്രകളെ ഓർക്കുമ്പം അത്രയൊന്നും വേണ്ടായിരുന്നു. ഇത്രയൊക്കെ ഭൂമിയിൽ ബന്ധങ്ങളെ ആവശ്യമില്ലായിരുന്നു. എൻ്റെ ഒരു ഗുരുനാഥൻ എന്നോട് ചുമ്മാ ഓർമ്മപ്പെടുത്തി, ഒരു 3 വർഷം മുമ്പ് ഫോണിനകത്ത് എത്ര കോണ്ടാക്ട്സ് ഉണ്ട് അറിയില്ല, എന്നാലും എടുത്ത് നോക്കിയിട്ടില്ലെന്ന് പറഞ്ഞു. ഇത്രയൊക്കെ ബന്ധങ്ങൾ ഭൂമിയിൽ ആവശ്യമുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഇന്ന് മറിച്ചും തിരിച്ചും നോക്കിയപ്പോൾ മരിച്ചു പോയവരുടെ പോലും പേരും നമ്പരും അതേപടി കിടപ്പുണ്ട് അതിനകത്ത്. പറഞ്ഞു വരിക, യേശുവിന് ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയ ഏതെങ്കിലും ഒരു വചനമുണ്ടോ? അല്ലെങ്കിൽ പറഞ്ഞു പോയതിനെ ഓർത്ത് യേശു പിന്നീട് വ്യാകുലപ്പെട്ട? എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു വചനമുണ്ട്. ഒന്നാവാൻ സാധ്യതയില്ല, പക്ഷെ ഒന്ന് അതിൽ ഇപ്പം നമ്മൾ പറഞ്ഞു കേട്ടതും വായിച്ചതുമാണ്.
മത്തായി ശ്ലീഹയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 15. അതൊരു ഭയങ്കര ഉറപ്പായിരുന്നു. ഏകദേശം 2000-ഓളം വർഷം മുമ്പ് ഒരു 3-3.5 വർഷക്കാലത്തെ പരസ്യ പ്രവർത്തനത്തിനിടയിൽ അവൻ തന്നെ കാണാനും കേൾക്കാനും വന്ന പ്രിയപ്പെട്ടവരെ നോക്കിക്കൊണ്ട് അവനിങ്ങനെ പറഞ്ഞു മനസ്സിൽ, ഇവരെന്തുമാത്രം എന്നിൽ നിന്ന് അകന്നു പോയാലും, എങ്ങനെയൊക്കെ എന്നെ അവഗണിച്ച് അകറ്റിക്കളഞ്ഞാലും, ഈ മക്കൾ എന്തുമാത്രം വലിയ മണ്ടത്തരങ്ങൾ ചെയ്തു കൂട്ടിയാലും അവർ ഇത് ചെയ്യല. ഏതാ? വിളക്ക് കത്തിച്ചിട്ട് ഒരു പാത്രം കൊണ്ട് മൂടത്തില്ല. പറയുന്നാണ് യേശു ഉപയോഗിച്ചത്. പറ. നമുക്കറിയാം, ധാന്യങ്ങൾ സംഭരണശാലകളിലേക്ക് അളന്നു കൂട്ടുന്ന ഒരു അളവ് പാത്രമാണ്. പുള്ളി ഇത് പറഞ്ഞത് കർഷകരോടായിരുന്നു കൊണ്ട് അവർക്ക് വേഗം മനസ്സിലാകാനായിട്ട് ഉപയോഗിച്ചതാണ് പറ. നമ്മളിത് വായിക്കുമ്പോൾ ബൗൾ, പാത്രം എന്നൊക്കെ ഇന്ന് മാറ്റി വായിക്കാവുന്നതാണ്. യേശു പറഞ്ഞത് ഇതാണ്: ആരും വിളക്ക് കത്തിച്ച് വെച്ചിട്ട് പറ കൊണ്ട് മൂടാറില്ലല്ലോ. അത് വിളക്ക് തണ്ടിന്മേൽ എത്ര വെക്കുന്നത്. എല്ലാവരുടെയും ജീവിതത്തിലേക്ക് ഉറ്റി നോക്കിയിട്ട് നെടുവീർപ്പിടുന്നു, ഖേദിക്കുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പ്, എൻ്റെയെങ്കിലും ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ പുള്ളി പറയുന്നുണ്ട്, അന്നങ്ങനെ അത്രയും ഉറപ്പോടെ ഒന്നും പറയണ്ടായിരുന്നു. കാരണം വിളക്ക് കത്തിച്ചിട്ട് അക്കാലത്തെ ആളുകൾ ഒരു പാത്രം കൊണ്ട് മൂടിയിരുന്നുവെങ്കിൽ ഇന്ന് ഒരു പാത്രത്തിൻ്റെ സ്ഥാനത്ത് ഞാൻ 1000 പാത്രം വെച്ച് മൂടുന്നുണ്ട്. അതിൻ്റെ തൊഴിലാവാം, എൻ്റെ ശരീരമാകാം, എൻ്റെ അധികാരമാവാം, സൗന്ദര്യമാകാം, സമ്പത്താകാം, സ്ഥാനമാനം, കുടുംബം, പാരമ്പര്യം, പലതും ആവാം. എവിടെയൊക്കെ ഏതൊക്കെ മേഖലകളിൽ ഞാൻ കുരുങ്ങി കിടക്കുന്നോ അതൊക്കെ ആവാനൊരു സാധ്യതയുണ്ട്. അപ്പോൾ ക്രിസ്തുമസ് എന്ന് പറയുന്ന ആ നവവെളിച്ചത്തെ നമുക്ക് ലഭിച്ചതിനെ നിലനിർത്തുവാനായിട്ട്, വീണ്ടും അന്ധകാരത്തിൻ്റെ ഇരുൾ നിഴലുവെന്ന് വീഴാതിരിക്കാനായിട്ട്, ഇതാ 2-3 ദിവസം കഴിഞ്ഞപ്പോഴേ കാർമേഘം വന്ന് മൂടിയ മാതിരി നിരാശയും വിഷാദവും വന്ന് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ യേശുവെന്ന വെളിച്ചത്തിനും വിളക്കിനും മീതെ നമ്മൾ ബോധപൂർവമോ അല്ലാതെയോ ചില പാത്രങ്ങൾ കമത്തി വെച്ച് കഴിഞ്ഞു. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 12-ലേക്കൊക്കെ വന്നാൽ, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമെന്ന് എത്രമാത്രം സംശയമില്ലാതെ പ്രഖ്യാപിച്ച ആളാണ്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമെന്ന് മാത്രമല്ല, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ വസിക്കുന്നില്ലെന്ന് പറയാനും ഒരു ധൈര്യം കാണിച്ചു. എന്നിട്ടാണ് നമ്മളിപ്പോഴും അന്ധകാരത്തിലും മരണത്തിൻ്റെ നിഴലിലും അകപ്പെട്ട് വല്ലാതെ വ്യാകുലപ്പെടുകയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്രിസ്മസിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൊരു പുതുവർഷത്തിലേക്ക്, അതിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുമ്പോൾ നമുക്ക് ആ പാത്രങ്ങൾ കൊണ്ട് മൂടിക്കളഞ്ഞ വെളിച്ചത്തെയും വിളക്കിനെയും യേശു എന്ന ചൈതന്യത്തെ നമുക്ക് വീണ്ടെടുക്കാനൊന്ന് പരിശ്രമിക്കാം. അല്ലാത്ത പക്ഷം യേശുവിൽ നിന്ന് നമുക്ക് കഠിനമായൊരു കാര്യം തിരികെ കേൾക്കേണ്ടി വരും. അതും ശുദ്ധമുള്ള മത്തായി ശ്ലീഹയുടെ സുവിശേഷം തന്നെയാണ്. 7-ാം അധ്യായത്തിൻ്റെ 23. നമ്മളൊക്കെ എത്ര കാലം ഇതൊക്കെ വായിച്ച്, ഇപ്പം നമുക്ക് നോക്കാതെ തന്നെ ഇതൊക്കെ വായിക്കാനായിട്ടാവുന്നുണ്ട്. അത്രമാത്രം പരിചയമായി നമുക്ക് വിശുദ്ധ വചനമൊക്കെ ആയിട്ട്. നല്ല കാര്യം. എല്ലാം പുറമേ മാത്രം സംഭവിക്കുന്നു എന്നുള്ള അപരാധമേ സംഭവിക്കുന്നുള്ളൂ. നമുക്ക് അകത്തേക്കൊന്നും അങ്ങനെ അധികമായിട്ട് പ്രവേശിക്കുന്നില്ല. മത്തായി ശ്ലീഹയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 23 എന്ന് പറഞ്ഞാൽ, അനീതി പ്രവർത്തിക്കുന്നവരെ ഞാൻ നിങ്ങളെ അറിയുന്നില്ല. എന്തൊരു കഠിനമായൊരു വാക്കുകളാണെന്നറിയാത്. അതൊക്കെ കേൾക്കാനായിട്ടൊരു ഗതികേടുണ്ടായ പിന്നെ രക്ഷയില്ല. ഇതാരോട് പറഞ്ഞു എന്നൊക്കെ ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങളിൽ ഭൂരിപക്ഷം പേരും 1-ാം റാങ്ക് വാങ്ങും. യേശു തൻ്റെ വിശ്വാസികളായ ആളുകളോട് പറഞ്ഞതായിട്ട് തന്നെയാണ്. അത് ഒരു രസമുണ്ട്. ആ ഭാഗം 21 മുതലൊക്കെ ഒന്ന് വായിച്ചാലേ സംഭവം പിടികിട്ടുള്ളൂ. അത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലും കൂടിയായിരുന്നു. കുറേ പേര് എൻ്റെ മുമ്പിൽ വന്നിങ്ങനെ അണിനിരന്ന് നിൽക്കും. അവർ ചില കാര്യം എന്നോട് പറയും. അപ്പോൾ ഞാൻ അവരോട് പറയും, ഇല്ല, ഞാൻ നിങ്ങളെ അറിയുന്നില്ല, അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നെ വിട്ടുപോകുവിൻ. വിളക്കിന് മീതെയും വിളക്ക് തന്നുകൊണ്ടിരുന്ന വെളിച്ചത്തിന് മീതെയും നമ്മൾ ഈ മാതിരി കുറേയധികം പാത്രങ്ങളെ എടുത്ത് കമത്തി ഭംഗിയായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നാൽ ഇങ്ങനെയൊരു വചനം കേൾക്കേണ്ടി വരും. അതത്ര സുഖകരമായ കാര്യമാവില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു ക്രിസ്മസിൻ്റെ ആ വെളിച്ചവും ചൈതന്യവും തരുന്ന ഊർജ്ജത്താൽ ഒരു നല്ലൊരു വർഷത്തിലേക്ക് പ്രവേശിക്കണ്ടേ. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അതിനോട് യോജിക്കുകയും കൂട്ടുചേരുകയും ചെയ്യാൻ തയ്യാറാകിയാൽ മാത്രമാണ് തുടർന്ന് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പ്രസക്തമാവുകയുള്ളൂ. അല്ലെങ്കിൽ അത് നമ്മളെ തൊടാതെ പോകുന്ന കുറേ കാര്യങ്ങളായിട്ട് മാത്രം മാറും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ശുദ്ധമുള്ള മത്തായി ശ്ലീഹയുടെ തന്നെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 4-ാമതൊരു വചനമുണ്ട്. മനുഷ്യൻ ജീവിക്കുന്നത്
ബാക്കി നിങ്ങൾക്ക് വേഗം പൂരിപ്പിക്കാൻ പറ്റും. മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, പിന്നെ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന, നമ്മളിങ്ങനെ നമ്മളെ തന്നെ ഭംഗിയായിട്ട് മണ്ടന്മാരാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. എത്ര കാലമായെന്നറിയോ? ഞാനല്ലെങ്കിൽ എന്നെക്കുറിച്ച് തന്നെ പറയുന്നത് ഞാൻ നിങ്ങൾ കരുതിയാൽ മതി. BA വരെ പഠിച്ചൊരു ചെറുപ്പക്കാരനൊരു തൊഴിലും കിട്ടിയില്ല. അവൻ വിചാരിച്ച് പഠിത്തം കഴിയുമ്പോൾ വീട്ടിൽ കൊണ്ട് ആരെങ്കിലും തൊഴിൽ കൊടുക്കുന്ന. ഈ കാലത്ത് KG ക്ലാസ്സിലൊക്കെ കുഞ്ഞുങ്ങളെ ചേർക്കാൻ പോകുന്ന അപ്പനും അമ്മമാരും തിരിച്ചറിയണം, തൊഴിൽ കിട്ടാൻ വേണ്ടി മക്കളെ പഠിപ്പിക്കേണ്ട സാധ്യത വളരെ കുറവാണ്. സത്യമായിട്ടും BA വരെ പഠിച്ചവനിങ്ങനെ വീട്ടിൽ കിടന്ന് ഉറങ്ങുക 12 മണി വരെയൊക്കെ. അപ്പൻ്റെ അമ്മയുടെയും തെറിയിട്ട് അവൻ മടുത്തു. ഒരു ദിവസം അവൻ അവരെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. മടുത്തു. അവസാനം ഇറങ്ങി പുറപ്പെടാൻ പോകും. അവൻ പലയിടത്ത് പോയി തെണ്ടി ഒരു ജോലിയും കിട്ടിയില്ല. അവസാനം അവൻ്റെ നാട്ടിൽ ഒരു സർക്കസുകാർ കൂടാരം അടിച്ചെന്ന് കേട്ടു. ഒരു പൊട്ടക്കഥ കേട്ടു, ലോജിക്കൊന്നും ഒട്ടുമില്ല. ഒരു 3 മാസക്കാലം അവരവിടെ കാണാൻ സാധ്യതയുണ്ട്. അവിടെ ചെന്ന് വല്ലതും കണക്കെഴുതാനോ പണം വാങ്ങാനോ ടിക്കറ്റ് കൊടുക്കാനോ എന്ത് കുന്തമായാലും മതി. ഒരു 3 മാസക്കാലം രക്ഷപ്പെടും. വേഗം അവിടെ ചെന്നു. കൂടാരമൊക്കെ വലിച്ചു മുറുക്കി കിട്ടുന്ന സമയമാണ്. ചോദിച്ചു, BA വരെ പഠിച്ചതാണ്, എന്തെങ്കിലും പണിതരോ? മാനേജർ പറഞ്ഞു, പണിയാ ഇവിടെയാ, ആവശ്യത്തിൽ കൂടുതൽ പണിക്കാരും അതിനേക്കാൾ കൂടുതൽ മൃഗങ്ങളും ഇതിലൂടെ തീ ഇട്ടിട്ട് രക്ഷപ്പെടാൻ ഓർത്തിരിക്കുക ഞാൻ, വേഗം പൊക്കോളം പറഞ്ഞു. ചെറുപ്പക്കാരന് വലിയ നിരാശയും തോന്നില്ല, കാരണം ഇത് കേൾക്കാൻ തുടങ്ങി കുറേ കാലമായി. അയാൾ പുറത്തേക്ക് പോകുമ്പോൾ പെട്ടെന്ന് മാനേജർ കൈകൊട്ടി വിളിച്ചു, അല്ല താനിങ്ങ് വന്നേ, താൻ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഒരു ചെറിയ പ്രതീക്ഷയൊക്കെ ചെറുപ്പക്കാരന് വന്നു കേട്ടോ. എന്തൊരു സാധ്യത വീണിട്ടുണ്ട്. ഞങ്ങളുടെ ഏറ്റവും ഹൈലൈറ്റായ ഐറ്റം, ഏറ്റവും ആസ്വാദികരമായ ഐറ്റം, അപ്പുറത്തെ പട്ടണത്തിൽ നിന്നോ ഗ്രാമത്തിൽ നിന്നോ പോലും ഈ 3 മാസക്കാലത്തിന് പലരും ഇങ്ങോട്ട് വീണ്ടും വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ ഐറ്റം ഒരു കരടിയുടെ കുറേയധികം അഭ്യാസ പ്രകടനങ്ങളാണ്. പത്രം വായിക്കും, ചായ അടിക്കും, ചായക്കടയിലെ മാതിരി സൈക്കിളിൽ വെട്ടും, ഫുട്ബോൾ കളിക്കും, പറയുന്നതൊക്കെ ചെയ്യുന്നൊരു കരടി. BA വരെ പഠിച്ച ചെറുപ്പക്കാരനൊരു ഒന്നും പിടികിട്ടിയില്ല. അപ്പോൾ എന്തായാലും മാനേജർ പറഞ്ഞു, ഞങ്ങൾ വന്നിട്ട് 3 ദിവസമായി, കൂടാരമൊക്കെ വലിച്ച് കിട്ടുന്നുള്ളൂ, കണ്ടില്ലേ, കരടി ഇന്നലെ ചത്തു. ആരോടും പറയാതെ കുഴി കുത്തി ഇവിടെ തന്നെ മൂടി. കരടി ഇല്ലാതെ കളി നടക്കുകയില്ല. ഒരു ദിവസമൊക്കെ വേണേൽ ഉന്തി ഉരുട്ടി കാര്യങ്ങൾ കൊണ്ടുപോകാം. 3 മാസത്തെ പരിപാടി നടന്നില്ലെങ്കിൽ ഈ മൃഗങ്ങളും മനുഷ്യരും എല്ലാവരും ആത്മഹത്യ ചെയ്യേണ്ടി വരും. അപ്പോഴും BA വരെ പഠിച്ച ചെറുപ്പക്കാരനൊന്നും മനസ്സിലായില്ല. നമ്മൾ പറഞ്ഞു, തനിക്ക് ഞങ്ങളെ സഹായിക്കാൻ പറ്റും, കണ്ടിട്ട് കുഴപ്പമില്ല, താന് കരടിയുടെ മൊത്തം രൂപവും ഭാവവും ഒക്കെ ഇടിയിരിപ്പുണ്ട്, അതിട്ടുകൊണ്ട് തട്ട കയറാൻ ചോദിച്ചു. ചെറുപ്പക്കാരൻ വെരി ഹാപ്പി. വേറൊന്നുമല്ല, മുഖത്ത് മൂടി ഇങ്ങോട്ട് വെക്കുന്നുണ്ട്. ആരറിയാനാ? ഇതിനാണ് താൻ ഇത്ര നീണ്ട ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞത്. ഞാൻ റെഡി, മണിക്കൂറിന് കാശാ, അതൊക്കെ കാര്യങ്ങൾ കുശാല. ആയുധ ശോധന കലക്കി. ടിക്കറ്റ് എടുത്തിരിക്കുന്ന മണ്ടന്മാരെന്നൊക്കെ പറഞ്ഞ ലോകത്തിലെ ആദ്യത്തെ സംഭവം കേട്ടോ. എണീറ്റിരുന്ന് ഗാലറി ചെയ്യുന്നവർ കൈ പിടിച്ചോ, എന്തൊരു സംഭവം അത്. ട്രെയിനർ പറയുന്ന മാത്രം കാര്യങ്ങളല്ല കരടി കേൾക്കുന്നത്, ഗാലറി ചെയ്യുന്ന ആളുകൾ പറയുന്ന പോലും കേൾക്കുന്നുണ്ട്. ചാകുന്നതിനും ഇത്രയും നന്നായിട്ട് മലയാള ഭാഷ അറിയാവുന്ന ഒരു കരടിയെ കിട്ടിയല്ലോ. കളി ഇങ്ങനെ മുമ്പോട്ട് പോകുന്നതിനിടയിൽ ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടായി, അടുത്തതിനും കൂട്ടിക്കിടക്കുന്ന സിംഹവുമായിട്ട് പന്തുകളിയാണ്. ഞെട്ടിപ്പോയി കരടി ചേട്ടൻ. ആ കാലൻ കരടി അത്തൊന്നും ഞാൻ പകരം കരടിയായിട്ട് കയറി മറന്നുപോയി. ഇനി DTS സൗണ്ട് പോലെ ഇങ്ങനെ മൊത്തം ബോക്സ് ആയിരുന്നു അകത്ത്. ശബ്ദം കേൾക്കാൻ തുടങ്ങി, സിംഹത്തിൻ്റെ അലർച്ചയും മുരളിച്ചയൊക്കെ, പുലിമുരുകൻ സ്റ്റൈല്. കൂട് തുറന്ന് സംഭവം പുറത്തിയാടി. അതോടുകൂടി തന്നെ ഒരു ബോൾ വന്ന് വേദിക്ക് നടുക്ക് വീണു. പണി പറ്റി, ഇവിടെ തീരുക. എടുത്തിയാടി ഓടുക എന്നുള്ളത് ആദ്യത്തെ ഓപ്ഷൻ. ഓടിയാൽ ടിക്കറ്റ് എടുത്തിരിക്കുന്ന മണ്ടന്മാർ ആകാശത്തിട്ടിടിക്കും, ഉറപ്പല്ലേ? ഇത്രയും നേരം വരെ വഞ്ചിച്ചതല്ലേ. പതുങ്ങിയും കൂടി ഇവിടെ നിന്നാൽ ഇവൻ വലിച്ചു കയറി ചോര കുടിക്കും. എൻ്റെ കാര്യം കട്ടപ്പോക, രക്തസാക്ഷി ആയത് തന്നെ. സിംഹം വന്ന് 3 ഭാഗത്തും വലത്ത് വെച്ചു കേട്ടോ. നന്നായിട്ട് അവൻ മണം പിടിക്കുന്നുണ്ട്, അവൻ ശ്വാസം വലിച്ചു കയറ്റുന്നുണ്ട്. നഖമുള്ള കൈകൊണ്ട് പതിയെ വയറിൻ്റെ താഴെയൊക്കെ ഒന്ന് മാന്തി നോക്കി. ശ്വാസം പിടിച്ചിരിക്കുകയായിരുന്നു പാവം കരടി. പെട്ടെന്ന് സിംഹം കരടി അടുത്തേക്ക് ചാഞ്ഞിട്ട് പറഞ്ഞു, ബിഹേവിയറിൽ നീ പഠിച്ചോളൂ, ഞാൻ MA അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ച് കാലം കൂടി ഈ കളി നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും, ഒരു പക്ഷേ കുറച്ച് കാലവും കൂടെ. അതുകൊണ്ട് കഴിഞ്ഞാലോ, അനീതി പ്രവർത്തിക്കുന്നവർ നിങ്ങളെൻ്റെ അടുത്തുനിന്ന് പോകുമെന്നുള്ള ഒറ്റ ശബ്ദം നീതിബോധമുള്ളൊരു മനുഷ്യനിൽ നിന്നുണ്ടായതാണ്, നീതിബോധമുള്ളൊരു ദൈവത്തിൽ നിന്നുണ്ടായതാണ്. അങ്ങനെയാവുമ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വചനം മത്തായി ശ്ലീഹായുടെ സുവിശേഷം 4-ാം അധ്യായം 4-ാം വചനമാണ്. മനുഷ്യൻ ജീവിച്ചത്, അല്ലെങ്കിൽ ഞാൻ ജീവിച്ചതും ഞാനിനി ജീവിക്കുന്നതും അപ്പം കൊണ്ട് മാത്രമാണെന്ന് എനിക്കൊരു ധാരണയുണ്ടായിട്ടുണ്ട്. എങ്ങനെയോ ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പരീക്ഷകളൊക്കെ ജയിച്ചതിനെക്കുറിച്ച് ഞാൻ സന്തോഷിക്കുന്നത് പുലർച്ചെ 3 മണിക്ക് എണീറ്റിരുന്ന് പഠിച്ചെന്നാണ് പറയുക. ശരിയാട്ടോ, എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. നേടിയ ജോലി എന്നൊക്കെ പറഞ്ഞാൽ 16-ാം വയസ്സ് ഞാൻ ട്രെയിന് ടിക്കറ്റ് പോലും ഇല്ലാതെ ബോംബെക്ക് കയറി വെച്ചാൽ അവിടുന്ന് ഞാൻ വെട്ടിപ്പിടിച്ചതല്ല.
അച്ഛനറിയാം, ഇതിയാൻ്റെ കൂടെ ഞാൻ കൂടി 29 വർഷമായി. എൻ്റെ പ്രാർത്ഥനയും ഉപവാസവും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ടാണ് ഞാൻ പിടിച്ചു നിന്നത്. എല്ലാവരും പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. അപ്പോഴാണ് പൗലോസ് അപ്പോസ്തലനെ നമുക്കൊന്ന് ഓർക്കാൻ പറ്റുക. കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7-ാമതൊരു വല്ലാത്തൊരു വചനം കിടപ്പുണ്ട് കേട്ടോ. 1 കൊരിന്ത്യർ 4:7. സംഭവം വളരെ ഡയറക്റ്റ് ആയതുകൊണ്ട് അതിന് മീതെ ഒരു വ്യാഖ്യാനം പോലും ആവശ്യമില്ല. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർ സഭയിൽ ശ്രേഷ്ഠരാകാൻ സാധ്യതയുള്ള ആളുകളോട് പറയുകയാണ്, അല്ലയോ മനുഷ്യ, നിനക്ക് എന്ത് പ്രത്യേക മാഹാത്മ്യമാണുള്ളത്. ആർക്കും കൊണ്ടിട്ടുണ്ടത് കേൾക്കുമ്പം കൊള്ളാവല്ലോ, ഇത് എന്താണ് പൗലോസിൻ്റെ പോക്ക്, ഏത് റൂട്ടിലാണ്? അല്ലയോ മനുഷ്യ, എന്ത് പ്രത്യേക മാഹാത്മ്യമാണ് നിനക്കുള്ളത്. എല്ലാം ദാനമായിരിക്കെ ഇതൊന്നും ദാനമല്ല നമ്മട്ടിൽ നീ ജീവിക്കുന്നത് എന്താ? തീർന്നില്ല കാര്യം. എല്ലാം ദാനമായിരിക്കെ ഇതൊന്നും ദാനമല്ല നമ്മട്ടിൽ നീ ജീവിക്കുന്നത് എന്താ? എപ്പോഴാണ് നമ്മളൊന്ന് തിരിച്ചറിയുക, ഞാൻ ജീവിച്ചതും ഇനി ജീവിക്കുന്നതൊക്കെ അപ്പം കൊണ്ട് മാത്രമായിരുന്നില്ല, അപ്പം തന്ന ദൈവത്തെ കൊണ്ടുകൂടിയായിരുന്നു. അങ്ങനെ ഒരു വിചാരം എൻ്റെ ജീവിതത്തിൽ വന്നേ മതിയാവും. ഇല്ലാതെ പോകുന്നു എന്ന് പറയുന്നത് വലിയൊരു കഠിനമായ അപരാധമാണ്. സത്യമായിട്ടും മറവി പോലുള്ള ഒരു പാപമുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? ആ ധൂർത്തപുത്രൻ്റെ കഥയുടെയൊക്കെ അവസാന ഭാഗത്തേക്ക് വരുമ്പം ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം ബൈബിളിനകത്തൊരു കുഞ്ഞു ബൈബിളാണ് കേട്ടോ. സുവിശേഷത്തിനകത്തൊരു കുഞ്ഞു സുവിശേഷമാണ്. 3 കഥകൾ പറയുന്ന ലൂക്കോസ് 15. അതിൻ്റെ 3-ാമത്തെ കഥ ധൂർത്തപുത്രൻ്റെ കഥയാണ്. അതിൻ്റെ അകത്തൊരു ബൈബിളിനകത്തെ തന്നെ ഒരു കുഞ്ഞു ബൈബിൾ എന്ന് പറയാവുന്നൊരു വചനമുണ്ട്. വേറൊന്നുമല്ല, അപ്പോൾ അവന് എന്താ പറയുക, ഓർമ്മയുണ്ടായി. അപ്പോൾ അവന് അവൻ്റെ അപ്പനെയും വീടിനെയും അപ്പൻ്റെ വിരുന്നുമേശയും അപ്പൻ്റെ ഭവനത്തിലെ ദാസന്മാരെക്കുറിച്ചും ഓർമ്മയുണ്ടായി. അവൻ ഓർത്തു ചില പഴയ കാര്യങ്ങൾ. മറവി പോലെ ഒരു വലിയൊരു അപരാധമുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? അപ്പോൾ അപ്പം കൊണ്ട് മാത്രമായിരുന്നില്ല, അപ്പം വേണ്ടെന്നല്ല കേട്ടോ. ഇതൊക്കെ കഴിയുമ്പോൾ ഞാനും മിനിമം ഒരു കാപ്പിയെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട്, ഉറപ്പാണ്, ഒരു കാപ്പിയെങ്കിലും. അത് ശരിയാ. അതുകൊണ്ട് തന്നെ അപ്പത്തെ തള്ളിപ്പറയാനായിട്ട് ധൈര്യമൊന്നും എനിക്കില്ല. യേശു പോലും അത് ചെയ്തിട്ടുമില്ല. കാരണം തന്നെ കേൾക്കാൻ വന്ന ആളുകൾ ഇവിടുന്ന് പറഞ്ഞു വിട്ട് വീടെത്തുന്നതിന് മുമ്പ് തളർന്നു പോകുന്നു വിചാരിച്ച മനസ്സലിഞ്ഞ ഒരാളെ പുള്ളി. അതുകൊണ്ടാണല്ലോ 5 അപ്പം കൊണ്ട് 5000-ഉം 4 അപ്പം കൊണ്ട് 7000-ത്തെയൊക്കെ സമൃദ്ധിയായിട്ട് കൂട്ടിയത്. അപ്പത്തിനെതിരായിരുന്നില്ല. എന്നിട്ട് യേശു ഇങ്ങനെ സാത്താനോട് പറയേണ്ടി വന്നു, മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമാണെന്ന് നിന്നോടാരാ പറഞ്ഞേ? എന്തൊരു ആത്മവിശ്വാസമായിരുന്നു പുള്ളിക്ക്. പറഞ്ഞയാൾ 40 ദിവസത്തെ കഠിനമായ വ്രതത്തിലാണ്. ഞാനൊക്കെ ഏതെങ്കിലും ഒരു ബുധനോ വെള്ളിയോ ആർക്കെങ്കിലും വേണ്ടി ഒരു നേരം ആഹാരം ഒഴിവാക്കിയാൽ ആ ദിവസം മുഴുവൻ പുള്ളിയോട് പറഞ്ഞുകൊണ്ടിരിക്കും, മാഷേ രാവിലത്തെ ഒരു കുറ്റി പുട്ടും 4-5 പഴവും ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ, ഓർത്തോണേ. ഇതിങ്ങനെ പറഞ്ഞെനിക്ക് പുള്ളി ചെവി പഞ്ഞി വെച്ചാൽ എന്നെ കേൾക്കുന്നത് എനിക്ക് തോന്നുന്നേ. രാവിലെ മുതൽ എനിക്കത് പറയാനും ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ കാണുന്ന സ്വപ്നവും വിചാരിക്കുന്ന ധ്യാനവും ഒക്കെ ഉപേക്ഷിച്ച 5 ഇഡലിയെക്കുറിച്ച് മാത്രമാണ്. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, 2 മണിയാകുമ്പോൾ കഴിക്കുന്ന ചോറ് 4 തവി കൂടെ കൂട്ടി ഞാൻ വിളമ്പും. എന്നാലേ രാവിലത്തെ ഒഴിവാക്കി ഇഡലി എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളൊക്കെ ഇങ്ങനെ ഒരു നേരത്തെ ഉപവാസത്തെയൊക്കെ നമ്മൾ കൃത്യം കണക്ക് പറഞ്ഞ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് പുള്ളിയോട്. 40 ദിവസത്തെ വലിയൊരു അംഗം കഴിഞ്ഞ് നിൽക്കുന്ന ആളുടെ അടുത്തേക്ക് എന്ന് പറയുകയാണ്, കല്ലുകളൊക്കെ അപ്പമാകാനായിട്ട് ഒരു സാധ്യതയുണ്ട്. അപ്പോഴാണ് പറഞ്ഞത്, അപ്പം കൊണ്ട് മാത്രമാണ് ജീവിക്കുന്നത്, നീ എങ്ങനെയാണ് അറിഞ്ഞത്? ഞാൻ ഈ 40 ദിവസം ജീവിച്ചത് ദൈവത്തെ കൊണ്ടാണെങ്കിൽ ഞാനിങ്ങനെ അതിന് എക്സ്റ്റൻഷൻ കൊടുക്കുക, മറിയത്തിൻ്റെ അടുത്ത് വരെ എത്താനായിട്ട് 4-5 മണിക്കൂർ മതി, ഞാൻ അവിടുന്ന് കഴിച്ചോളാം. നമ്മളൊക്കെ വിശക്കുന്ന അപ്പം കിട്ടണമെന്ന് വാശി പിടിക്കുന്നവരാണ്. വീടുണ്ടെന്നോ യഥാർത്ഥമായ അർഹതയുള്ള ഇടമുണ്ടെന്നോ എന്ന് വിചാരിക്കാതെ വിശക്കുന്ന വേളയിൽ അപ്പത്തെ അന്വേഷിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്കുള്ളതുകൊണ്ട് ഇതിനും ഇത് ഒത്തിരി വിശദീകരണമൊന്നും തരേണ്ട ആവശ്യമില്ല. എപ്പം വിശന്നോ അപ്പം കിട്ടണമെന്ന് വാശി പിടിക്കുന്നവരാണ് നമ്മൾ. യേശു പറഞ്ഞ മറുപടി ഭയങ്കരമായ ഏത് കാലത്തും മനുഷ്യൻ ജീവിക്കുന്ന അപ്പം കൊണ്ട് മാത്രമൊന്നുമല്ല, ദൈവത്തെ കൊണ്ടുകൂടിയാണ്. അതൊന്നും തിരിച്ചറിയാനുള്ള ഒരു പ്രകാശം തരുന്ന അനുഭവമായിരുന്നു ക്രിസ്തുമസ്. ഒരർത്ഥത്തെ നമ്മൾ അതും പാഴാക്കി കളഞ്ഞു എന്നൊരു സങ്കടം ബാക്കിയാണ്. ഇല്ല, ഒരു പുതുവർഷം വരുന്നുണ്ട്, ചേലാകർമ്മ പെരുന്നാളും കൂടി. അത് സഭാപിതാക്കന്മാരെ ബെസേലിയോസ് ഗ്രിഗോറിയോസ് പിതാക്കന്മാരുടെ ഓർമ്മയാണ്, ആണ്ടാരംഭമാണ്. ചില സാധ്യതകൾ അവിടെ അപ്പോഴും നമ്മളെ കാത്തു കിടപ്പുണ്ടെന്നുള്ളതാണ്. ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ. അതിനാദ്യം ആ വിളക്കിനും വെളിച്ചത്തിനും മീതെ നമ്മൾ ബോധപൂർവം എടുത്തു വെച്ച പാത്രങ്ങളൊന്ന് നീക്കണം, അത്രയേ ഉള്ളൂ. ലാസറിനെ ഉയർപ്പിക്കാൻ അവൻ റെഡിയായിരുന്നു. ഒറ്റ വിളി മതി, ലാസർ എഴുന്നേറ്റ് വരും, സംശയമൊന്നുമില്ല. എന്നിട്ടും അതിനു മുമ്പ് അവിടെ കൂടി ആളുകളുടെ ഒരു സഹായം അവന് വേണ്ടി വന്നു.
എന്തായിരുന്നു? വാതിക്കൽ ഉരുട്ടി വെച്ചിരുന്ന കല്ലൊന്ന് ഉരുട്ടി മാറ്റാനായിട്ട്. കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ആ മലയോട് കടലിൽ പോയി വീഴാൻ പറഞ്ഞാൽ പോയി വീഴുമെന്നൊക്കെ ശിഷ്യരെ ഉദ്ബോധിപ്പിച്ചവന് കല്ലറയുടെ വാതിക്കൽ ഉരുട്ടി വെച്ച് ചെറിയ കല്ലുരുട്ടി മാറ്റാനായിട്ട് വലിയ ശ്രമമൊന്നും വേണ്ട. പക്ഷെ നമ്മൾ എന്തെങ്കിലും ചെയ്ത് തുടങ്ങിയേ മതിയാവും. അപ്പം വർദ്ധിപ്പിക്കാൻ അവൻ തയ്യാറാണ്. 5000 പുരുഷന്മാരെന്നൊക്കെ പറയുമ്പം 10,000-ലധികം സ്ത്രീകളുണ്ട്. ഉറപ്പാ. കുഞ്ഞുങ്ങൾ വേറെ. സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൂട്ടാതെ പുരുഷന്മാരുടെ എണ്ണം പറയുമ്പം അതെന്തൊരു വലിയ ജനതയായിരുന്നു. അതിന് തയ്യാറായ മനുഷ്യൻ പക്ഷേ കൈനീട്ടി, എന്തെങ്കിലും താ ഇങ്ങോട്ട്, അഞ്ചപ്പം താ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്ത് തുടങ്ങിയേ മതിയാവും. അവൾ വിളക്കിന് മീതെ ഞാൻ ബോധപൂർവമോ അല്ലാതെയോ ശീലം പോലെയോ അനുഷ്ഠാനം പോലെയോ ജീവിതചര്യ പോലെയോ ഒക്കെ എടുത്തു വെച്ച പാത്രങ്ങൾ ഓരോന്നും എടുത്ത് മാറ്റാൻ തയ്യാറായാൽ എനിക്ക് വെളിപ്പെട്ട് കിട്ടുന്ന ആദ്യത്തെ വലിയ ദർശനം ഇതാണ്: ഞാനെന്ന് പറയുന്നത് അപ്പമായിരുന്നില്ല, അപ്പം തന്ന ഉടയവനാണ്. ബേത്ലഹേമിൽ അവൻ ജനിച്ചതിൻ്റെ ഓർമ്മ. ബേത്ലഹേം എന്ന വാക്കിൻ്റെ അർത്ഥം പോലും അപ്പത്തിൻ്റെ വീടെന്നാ. അവസാനം അവൻ തന്നെ പറഞ്ഞു, ഞാൻ അപ്പമാണ്, നിങ്ങൾ എന്നെ ഭക്ഷിക്കുക. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് വേഗം ഒന്ന് പോയാൽ അതിൻ്റെ 26-ാമത്തെ ഒരു വചനമുണ്ട്. 25-26 ഭാഗത്ത്. എനിക്ക് തോന്നുന്നു എന്നെയൊന്നും നിങ്ങളെയൊക്കെ ഇത്തിരി പരിഹസിച്ച് തന്നെ പറയേണ്ടി വന്നൊരു വചനമാണ്. മടുത്തിട്ട് പുള്ളി ഇത്തിരി പരിഹാസമൊക്കെ പറയുന്നുണ്ട്. നമ്മളത് മനസ്സിലാക്കാതെ പോകുന്നുകൊണ്ടാണ് കേട്ടോ. മടുത്തിട്ട് യേശു നമ്മളെ പരിഹസിക്കുന്നുണ്ടെന്നേ. പൊറുതി മുട്ടിക്കഴിഞ്ഞാൽ ആരും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകത്തില്ലേ? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 26 വരുമ്പോൾ, അടയാളം കണ്ടതുകൊണ്ടല്ല നിങ്ങളെന്നെ അന്വേഷിക്കുന്നത്. അവനെ ഇങ്ങനെ പിന്തുടർന്ന് നടക്കുന്ന എന്നെപ്പോലുള്ള മണ്ടന്മാരൊക്കെ ശരിക്കും അപമാനിതരായ നിമിഷമാണ് കേട്ടോ അത്. കൃത്യമായി പറഞ്ഞവനും ഒരു മുഖം നോക്കാതെ പിണങ്ങുമെന്ന് പോലും വിചാരമില്ലാതെ പറഞ്ഞു, അടയാളം സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള അടയാളം കണ്ടതുകൊണ്ടൊന്നുമല്ല നിങ്ങൾ എന്നെ അന്വേഷിച്ചു വന്നത്. പിന്നെന്തിനാ? അപ്പം തിന്ന് തൃപ്തരായത് കൊണ്ടാണ്. ഞാൻ വായിക്കുമ്പം കോമായിട്ടിട്ട് അതുകൊണ്ട് വായിക്കുക, ഇനി അപ്പം കിട്ടുമെന്നുള്ള വ്യാമോഹമുള്ളത് കൊണ്ടാണ്. വേദോസ്തം അങ്ങനെ കൂടി ഒന്ന് വായിക്കണ്ടേ? ഇനി അപ്പം കിട്ടുമെന്ന് ഒറ്റ വ്യാമോഹമുള്ള. വരുന്ന ഞായറാഴ്ച പള്ളി ചെല്ലുമ്പോൾ റിക്വസ്റ്റ് ഒന്നും സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ടാൽ, യേശുവിൻ്റെ ഒരു കയ്യൊപ്പം കണ്ടാൽ പള്ളിക്കകത്ത് ആരെങ്കിലും ഉണ്ടാവുമോ? അച്ഛൻ്റെ ഉൾപ്പെടെ അപേക്ഷകളൊന്നും ഇനി കുറേ കാലത്തിന് സ്വീകരിക്കുന്നില്ല എന്നൊരു കുറിപ്പ് കണ്ട, താഴെ യേശുവിൻ്റെ ഒപ്പം കണ്ട, എന്നാൽ പിന്നെ വരുന്ന ആഴ്ച ഒന്ന് നോക്കാം, പോയേക്കാന്ന് വിചാരിക്കുകയല്ലേ? ഉറപ്പല്ലേ? അപ്പോൾ നമ്മളെന്തിനാണ് അവനെ അന്വേഷിച്ചുകൊണ്ടിരുന്നത്? അപ്പം കിട്ടിയത് കൊണ്ടും അപ്പം കിട്ടുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടും. കഷ്ടമല്ലേ? അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എന്തിനാണ് അവനെ അന്വേഷിച്ചുകൊണ്ടിരുന്നത്? യേശുവിൻ്റെ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? ചോദിച്ചാൽ ക്വിസ് കോമ്പറ്റീഷനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പുസ്തകം പോലെ ബൈബിളിനകത്ത് അതിന് ഉത്തരവൊന്നുമില്ല. എന്നാലും സുവിശേഷങ്ങൾ ചേർത്തെന്ന് വായിച്ചാൽ യേശുവിൻ്റെ ആദ്യത്തെ ചോദ്യം നമുക്ക് വേണേൽ അനുമാനത്തിലെത്താം, ഉറപ്പൊന്നുമില്ല. എന്നാലും 12 വയസ്സുള്ള സമയത്ത് ആ പാവം അപ്പനും നീതിമാനായ അപ്പനും ഭൂമി കണ്ടതിൽ വെച്ച് ഏറ്റവും നിർമ്മലയായ സ്ത്രീ മറിയത്തിനും വലിയൊരു നഷ്ടം സംഭവിച്ചു. പെരുന്നാൾ കൂടാൻ പോയിട്ട് മടങ്ങിപ്പോകുന്ന വഴി ഒരു ദിവസം യാത്ര കഴിഞ്ഞപ്പോൾ അപ്പനും അമ്മയും പതിയെ ഒരു യാഥാർത്ഥ്യ ഞെട്ടലോടെ മനസ്സിലാക്കി, യേശു കൂടെയില്ല. പെരുന്നാളൊക്കെ കൂടി തിരിച്ചു പോകുമ്പം ഒട്ടും നഷ്ടപ്പെടാൻ സാധ്യതയില്ലാത്തതാണ് യേശു. അമ്മമാരെല്ലാം അല്ലെങ്കിൽ സ്ത്രീകളെല്ലാം കൂട്ടം കൂടി മുമ്പേ നടക്കുകയും പുരുഷന്മാരെല്ലാം കൂട്ടം കൂടി പിന്നാലെ നടക്കുകയും ചെയ്യുന്നൊരു രീതിയായിരുന്നു അക്കാലത്ത്. പോർച്ചുഗീസ് എഴുത്തുകാരൻ, നോബൽ സമ്മാന ജേതാവ്, കടന്നുപോയി, ജീവിച്ചിരിപ്പില്ല, ഷൂസെ സരമാഗോ. അദ്ദേഹത്തിൻ്റെ പുസ്തകമുണ്ട്, ഗോസ്പൽ അക്കോർഡിംഗ് ടു ജീസസ് ക്രൈസ്റ്റ്. വായിക്കാനായിട്ട് നിർബന്ധിക്കുന്നില്ല, ഇതിൽ അപകടം പിടിച്ച പുസ്തകമാണ്. പക്ഷെ എന്നാൽ ഈ ഒരു ഭാവമൊക്കെ ഭയങ്കരമായിട്ട് പുള്ളി മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. മറിയം ഇടയ്ക്കിടയ്ക്ക് യേശുവിനെ ഓർക്കുന്നുണ്ട്. 12 വയസ്സുകാരനെ. അവൻ കുറച്ച് നാളായി അപ്പൻ്റെ കൂടെ വർക്ക്ഷോപ്പിൽ കാർപ്പൻ്റർ, ആശാരിയ. അപ്പൻ്റെ കൂടെയാണ് കുറച്ച് നാളായിട്ട് അവന് താല്പര്യം. കൂടുതൽ സമയം ചിന്തേരിടാനും പട്ടിക മുറിക്കാനും കൊട്ടുവഴി എടുത്ത് കൊട്ടാനൊക്കെ ആയിട്ട് അപ്പൻ്റെ പിന്നാലെയാണ്. അതുകൊണ്ട് അവൻ തീർച്ചയായിട്ടും പുരുഷന്മാരുടെ സംഘത്തിലുണ്ട്, പുറകെ വരുന്ന സംഘത്തിലുണ്ട്. മാത്രമല്ല 12 വയസ്സൊക്കെ ആയില്ലേ, അവന് തന്നെ തോന്നി ഒരു ആൺകുട്ടിയായി മുതിർന്നു പുരുഷനാകുന്നു, അവൻ ആ കൂട്ടത്തിലുണ്ട്. യോസഫ് വിചാരിക്കുന്ന അതിലും രസകരമാണ്. യേശു 12 വയസ്സുകാരൻ, എൻ്റെ മകന്. മറിയത്തിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് സെറോസ്കോപ്പിയാണ്. അവരുടെ ചേല ചുറ്റി അവനിങ്ങനെ നടക്കുക. 12 വയസ്സാന്ന് ചിന്ത ചെയ്യുന്ന ചെറുക്കനില്ല, മുമ്പേ ഉണ്ടെന്നേ, സ്ത്രീകളുടെ കൂട്ടത്തിലുണ്ട്. ഞാനും ഒരു അപ്പനാകട്ടോ, ഞാനും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, മക്കൾ അവരുടെ കൂട്ടത്തിലുണ്ട്, അവൾ ചിന്തിക്കുന്നുണ്ട് അപ്പൻ്റെ കൂട്ടത്തിലുണ്ട്. ഞങ്ങൾ രണ്ടുപേരെയും മുട്ടൻ അബദ്ധ തെറ്റിദ്ധാരണയ്ക്കകത്ത് നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നതിനെ മക്കളെന്ന് വേണേൽ വിളിക്കാം. അതേന്നെ, അപ്പൻ്റെയും അമ്മയുടെയും ഇത്തരം തെറ്റിദ്ധാരണകൾക്കിടയിൽ കയ്യിൽ നിന്ന് ചോർന്നു പോകുന്നത് മക്കളാണ്.
എന്തായാലും ഒരു ദിവസം കഴിഞ്ഞപ്പോൾ മനസ്സിലായി യേശു കൂടെയില്ലെന്ന്. 3 ദിവസത്തെ കഷ്ടപ്പാട്, അധ്വാനം, ധ്യാനം, കാത്തിരിപ്പ്, പ്രാർത്ഥന, മടങ്ങിയെത്തി, യേശുവിൻ്റെ അടുത്തെത്തി. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം അവസാന ഭാഗമാണ് സംഭവം പ്രതിപാദിക്കുന്നത്. നെഞ്ചുപൊട്ടി മറിയം ചോദിക്കുന്നുണ്ട്, എൻ്റെ മകനെ എന്നോടും നിൻ്റെ അപ്പനോടും നീ എന്ത് അപരാധമാണ് കാണിച്ചത്? എവിടെയെല്ലാം ഞങ്ങൾ നിന്നെ അന്വേഷിച്ച് ബുദ്ധിമുട്ടി. ഇതൊരു വേദനിപ്പിക്കുന്ന ഒരു ഭാഗം അത്. അപ്പോഴാണ് യേശുവിൻ്റെ സുവിശേഷം രേഖപ്പെടുത്തി കാണുന്ന നമുക്ക് കിട്ടുന്ന ആദ്യത്തെ ചോദ്യം ഉയരുന്നത്, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? എന്തൊരു ഷാർപ്പ് ക്വസ്റ്റ്യനാണെന്നറിയോ? അത്തരൊരു ചോദ്യം ഈ ഒരു ധ്യാന ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന നമ്മളെ തടഞ്ഞു നിർത്തി ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയും? കുറച്ച് ആവശ്യങ്ങൾക്ക് അപ്പുറത്ത് യേശുവിനെ നമ്മൾ അന്വേഷിക്കുന്നുണ്ടോ? അപ്പോഴാണ് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 26-ൽ പറഞ്ഞ കാര്യം പ്രസക്തമാകുന്നത്. അടയാളം കണ്ടതുകൊണ്ടോ, സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള സ്നേഹം കൊണ്ടോ, താല്പര്യം കൊണ്ടോ, നിത്യതയെക്കുറിച്ചുള്ള താല്പര്യം കൊണ്ടോ ഒന്നുമല്ല നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. പിന്നെ അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടും ഇനി അപ്പം കിട്ടുമെന്നുള്ള വ്യാമോഹമുള്ളത് കൊണ്ടുമാണ്. ശരിക്കും നമ്മൾ തല നന്നു പോകുന്നില്ലേ? അപ്പോഴാണ് അവൻ്റെ ശരീരവും രക്തവുമാകുന്ന അപ്പത്തോട് നമ്മൾ പുലർത്തുന്ന അനുഭാവം, അലംഭാവം, അലസത ഒക്കെ നമുക്കൊന്ന് ബോധ്യപ്പെടുക. നേരംവണ്ണം നമ്മളൊന്ന് പള്ളിയിൽ ചെന്ന് കയറിയിട്ട് എത്ര കാലമായി? എല്ലാവർക്കും ഇതൊന്നും ബാധകമല്ല, ആർക്കെങ്കിലുമൊക്കെ ബാധകമല്ലേ? നമുക്കറിയാം അത് എപ്പം വേണമെങ്കിലും ചെന്ന് കയറാവുന്ന, അതുപോലെ തന്നെ എപ്പം വേണമെങ്കിലും ഇറങ്ങിപ്പോകാവുന്ന, ചുറ്റിനും വാതിലുകൾ ഇങ്ങനെ തുറന്നു കിടക്കുന്നൊരു സ്ഥലമാണ് ദേവാലയം. എന്ന് വെച്ചാൽ നമ്മുടെ ധാരണയിൽ ഒട്ടും അച്ചടക്കം പാലിക്കേണ്ടാത്തൊരു സ്ഥലം. തിയേറ്ററിലൊക്കെ പോകുന്ന ആളുകൾ ആ പുലിമുരുകൻ വലിയ സംഭവമാണ്, ചിലപ്പോൾ നേരത്തെ തുടങ്ങിയാലോ എന്ന് വിചാരിച്ചാൽ നമ്മൾ ഒന്നും കൂടെ കൺഫേം ചെയ്യും. ഓൺലൈനിലൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളതാണേലും നേരത്തെ വല്ലതും തുടങ്ങുമെന്നോ? ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ് 4 മണിക്കാണേലും നമ്മൾ 3-ന് അവിടെ എത്തും. മുംബൈയുള്ള 5-6 പേർക്ക് വരാതിരുന്നാലേ എൻ്റെ പേര് നേരത്തെ വിളിച്ചു പോയാലോ? പള്ളി സംബന്ധിച്ച് നമുക്ക് വ്യാകുലതയൊന്നുമില്ല. എപ്പം വേണമെങ്കിലും ചെല്ലാം, എപ്പം വേണമെങ്കിലും ഇറങ്ങിപ്പോരാം. കോട്ടയം നാട്ടിലെ അനുഭവത്തിൽ പറഞ്ഞാൽ റബ്ബർ ഷീറ്റൊക്കെ ഉണങ്ങുന്ന പുകപ്പുരയ്ക്കകത്ത് കയറുന്ന അനുഭവമാണ് പള്ളിക്കകത്ത് നിൽക്കുന്നത്. എന്തൊരു ഊഷ്ണവും പരവേശമൊക്കെ എന്നറിയോ? പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ആശ്വാസമാണ് കേട്ടോ. ഏതാണ്ട് എ സിക്കകത്തേക്ക് കയറി ഒരു സ്വസ്ഥത നമുക്ക്. പിന്നെ നമ്മളോട് പറയും ഗായസംഘത്തിൻ്റെ സംഗതി തീരെയില്ലായിരുന്നു, ഒക്കെ ചോർന്നു പോയെന്ന് പറയും. അച്ഛൻ്റെ പ്രസംഗം മലപ്പുറം കത്തിവെച്ച് 1-ാം തരം കുത്തായിരുന്നു. ഈ പിതാക്കന്മാരൊക്കെ ഇത്രയും നീണ്ട കൽപ്പന 5-8 പേജ് അയച്ചാൽ നമ്മൾ വായിച്ച് മുടിഞ്ഞു പോയില്ലേ? എന്തെല്ലാം കമൻറ്റുകൾ ഭംഗിയായിട്ട് വരും. 2 പേര് നമ്മൾ കണ്ടുമുട്ടിയ ആദ്യത്തെ വർത്താനം 3-ാമത്തവന് കുറ്റമായിട്ട് മാറുന്നു. 3-ാമത് അവൻ വന്ന് ചേർന്ന 4-ാമത്തവന് കുറ്റം വേഗം പറഞ്ഞു തുടങ്ങും. അപ്പോൾ പറഞ്ഞു വരിക, അവൻ്റെ തിരുശരീരവും തിരുരക്തത്തോടും നമുക്കൊരു താല്പര്യമൊന്നുമില്ല. Christ.